ഈ വീഡിയോയിൽ വളരെ വ്യത്യസ്തമായ ഒരു ചെറിയൊരു ടോപ്പിക്കാണ്. അതായത് ഈ സ്വർണ്ണവില ഇങ്ങനെ കുതിച്ചുയർന്നുകൊണ്ടിരിക്കുന്നു. ഏതാണ്ട് GST അടക്കം 1,00,000-ന് മുകളിൽ കൊടുക്കേണ്ട ഒരു സാഹചര്യമാണ് ഒരു പവൻ മേടിക്കാൻ. ഈ പെൺമക്കളെ കെട്ടിക്കാൻ വേണ്ടിയിട്ട് സ്വർണം കൊടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അതിന് പൈസയായിട്ട് മാറ്റേണ്ടി വരും. അല്ലാതെ സ്വർണം കൊടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇനി ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഇന്നലെ മാത്രം ഇന്ത്യക്കുള്ളിൽ 46 ടൺ സ്വർണ്ണമാണ് വിറ്റുപോയിരിക്കുന്നത്. അതായത് ഈ അക്ഷയ തൃതീയ എന്ന് പറയുന്നത് പോലെ തന്നെ നോർത്ത് ഇന്ത്യയിൽ ഒരു സെലിബ്രേഷനാണ് ഈ ദീപാവലിക്ക് തൊട്ട് മുമ്പായിട്ടുള്ള സ്വർണം മേടിക്കുക എന്നുള്ളത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയ പർച്ചേസാണ്. പല സ്വർണ്ണക്കടകളിലും ലോങ് ക്യൂ ആയിരുന്നു. അങ്ങനെ ഏറ്റവും കൂടുതൽ ഒരു എക്കണോമിക് റീഷഫ്ലിംഗ് അഥവാ ഒരു എക്കണോമിക് സർക്കുലേഷൻ ഏറ്റവും കൂടുതൽ നടന്നൊരു ദിവസമായിട്ട് കരുതപ്പെടുകയാണ് ഈ കഴിഞ്ഞ 2 ദിവസം, കഴിഞ്ഞ ഒരു 24 hours എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഇന്ത്യയെ ഒരു ഡെഡ് എക്കോണമി എന്ന് വിളിച്ചിരുന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്നും ഇന്ത്യക്കുള്ളിൽ ഒരു ഫെസ്റ്റിവൽ സീസണിൽ എന്തുമാത്രം സെയിലാണ് നടക്കുന്നത് എന്നുള്ളതാണ്, പ്രത്യേകിച്ച് ഗവൺമെൻറ്റിന് എത്രമാത്രം നേട്ടമുണ്ടാകുന്നു എന്നുള്ളതാണ്. അതായത് ഇങ്ങനത്തെ സെലിബ്രേഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോഴാണ് എന്ത് പർപ്പസിനാണ് ഈ സെലിബ്രേഷൻ എന്നുള്ളതിലുപരിയായിട്ട് ഈ സെലിബ്രേഷൻ മൂലം കൊണ്ടുവരുന്ന ആ ഒരു എക്കണോമിക് റീഷഫിളിംഗ് ഉണ്ടല്ലോ. അതായത് ഈ ആഘോഷങ്ങൾ വരുമ്പോഴാണ് ആൾക്കാർ പെട്ടെന്ന് ചെലവ് ചെയ്യുന്നത്. അതുവരെ ഈ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പൈസകളൊക്കെ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ഇറുക്കി പിടിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഓണം, ദീപാവലി, ഇതേപോലെ സെലിബ്രേഷൻസ് ആണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഒരു എക്കണോമിക് റീഷഫിളിംഗ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇത് ഇവിടെ പറയാനുള്ള കാരണം വെച്ചാൽ ഇന്ത്യക്കുള്ളിൽ ഇന്നലെ നടന്ന കുറച്ച് സെയിൽസ്, അതിനെക്കുറിച്ചൊന്ന് പറയാം. ധനന്തരാസ് ഡേ എന്ന് പറഞ്ഞൊരു ഡേ ആണ് സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടത്. ഇതിൽ 60,000 കോടിക്ക് സ്വർണം മാത്രം വിറ്റുപോയിട്ടുണ്ട്, 15,000 കോടിക്ക് വെള്ളി മാത്രം വിറ്റുപോയിട്ടുണ്ട്. ഒറ്റ ദിവസം കൊണ്ടുള്ള കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 5 ലക്ഷം സ്കൂട്ടർ മാത്രം 5 ലക്ഷം വിറ്റുപോയിട്ടുണ്ട്. 1,00,000-ലധികം കാർ വിറ്റുപോയിട്ടുണ്ട്. അതിൽ 51,000 മാരുതി കാർ മാത്രം, ആ കമ്പനിയുടെ വാഹനം. ഈ രീതിയിലുള്ള സെയിലാണ് ഇന്ത്യക്കുള്ളിൽ നടന്നത്. ഇതൊക്കെ തന്നെ നമ്മളുടെ ഡൊമസ്റ്റിക് പർച്ചേസിൻ്റെ കാര്യമാണ് പറയുന്നത്. GST സ്ലാബ് കട്ട് കൊണ്ടുവന്നത് വളരെയധികം ഗുണം ചെയ്തിട്ടുണ്ട് എന്നുള്ളതും കൂടി നമ്മൾ ഇതിനകത്ത് കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് ഇന്ത്യക്കുള്ളിൽ മാത്രമല്ല, ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഏതൊക്കെ രാജ്യങ്ങളിലുണ്ടോ, പ്രത്യേകിച്ച് ഓസ്ട്രേലിയ, അമേരിക്ക, സൗദി അറേബ്യ, ഇതേപോലെ പല രാജ്യങ്ങളിലും, ഗൾഫ് മേഖലയിലുള്ള പല രാജ്യങ്ങളിലും സ്വർണ്ണക്കടകളിൽ ഈ തള്ളിക്കയറ്റം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വാർത്തകൾ പറയുന്നത്. ഈ സ്വർണ്ണ വ്യാപാരം ഈ രീതിയിൽ നടക്കുന്ന സാഹചര്യത്തിൽ തന്നെ ഫ്രാൻസിൻ്റെ ഉള്ളിൽ നെപ്പോളിയൻ്റെ ഭാര്യയ്ക്ക് കൊടുത്തതായിട്ട് പറയുന്ന ഒരു ഡയമണ്ട് ക്രൗൺ ഉണ്ട്. ആ ക്രൗണ് 4 പേര് ബൈക്കിൽ വന്ന്, ഒരു പ്രശസ്ത മ്യൂസിയമാണിത്, ആ മ്യൂസിയത്തിനകത്ത് ജസ്റ്റ് അങ്ങ് കയറിപ്പോയി ആ ക്രൗൺ അങ്ങ് മോട്ടിച്ചുകൊണ്ട് പോയിരിക്കുകയാണ്. ജസ്റ്റ് സിംപ്ലി ബൈക്കിൽ വന്ന് ആ ക്രൗൺ മോട്ടിച്ചുകൊണ്ട് പോയി. അതിപ്പോൾ ഫ്രാൻസിൽ വലിയ രീതിയിൽ ഡിസ്കസ് ചെയ്യപ്പെടുന്നുണ്ട്, ചർച്ചയായിട്ടുണ്ട്. ഒരു പൊളിറ്റിക്കൽ വിഷയമായിട്ട് തന്നെ ഇതിപ്പോൾ അവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഒരാളെ സസ്പെക്റ്റ് ആയിട്ട് കണ്ടെത്തിയിട്ടുണ്ട്, ഇനിയും 3 പേരെ കണ്ടെത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിനകത്ത് സസ്പെക്റ്റിനെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല, ഈ ക്രൗൺ റിക്കവർ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഗവൺമെന്റിൽ വലിയ പ്രശ്നം, പ്രതിസന്ധി നേരിടേണ്ടി വരും. ഈ സ്വർണത്തിന്റെ വില ഇങ്ങനെ കയറി നിൽക്കുകയാണല്ലോ, കുതിച്ച് കയറി സ്കൈ റോക്കറ്റ് പോലെ ഉയർന്നു നിൽക്കുന്ന സാഹചര്യമാണ്. 1,00,000 ഇനി ഇതിപ്പോൾ ഇതിൽ നിൽക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. 1,00,000 കടന്ന് 1,30,000, 1,40,000 ഇങ്ങനെയൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പല അനലിസ്റ്റുകളും പറയുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഈ രീതിയിൽ പർച്ചേസ് നടക്കുന്നത് കൊണ്ട് മാത്രമല്ല. ഇപ്പോൾ അതായത് 24 hours 46 ടൺ സ്വർണ്ണമാണ് ഇന്ത്യക്കുള്ളിൽ മാത്രം വിൽപ്പനയായത്. ഇത് ഓർണമെന്റൽ ഗോൾഡ് ആണെന്നുണ്ടെങ്കിലും ഈ ഗോൾഡ് ബിസ്ക്കറ്റ് വാങ്ങിച്ചിട്ട് ഇത് സ്വർണം ഉരുപ്പടിയായിട്ട് പണിതിട്ടാണ് ഇത് വിൽപ്പന നടത്തുന്നത്. അപ്പോൾ ആ മേഖലയിലാണ് ഇത് ശരിക്കും ഈ സ്വർണ്ണ വിലയുമായിട്ട് ആ ഒരു ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്നുള്ള രീതിയിൽ ഇത് ടച്ച് ചെയ്യുന്നത്, ആ ഒരു മേഖലയെ. അതിലുപരിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, 1940 കഴിഞ്ഞിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡോളർ ഏറ്റവും വലിയ ഒരു മൂല്യമുള്ള കറൻസി ആയിട്ട് പ്രഖ്യാപിക്കപ്പെടുകയും അന്ന് ഉണ്ടായിരുന്ന ഈ ഒരു സ്വർണത്തിൻ്റെ ആ ഒരു ആ ഹാബിറ്റിനെ തന്നെയാണ് US യൂട്ടിലൈസ് ചെയ്യുന്നത്. എന്നിട്ട് പറയുകയാണ് ഒരു ഡോളറിന് ഈക്വൽ ആയിട്ടുള്ള സ്വർണം, ഈ ഡോളർ എന്നുള്ള ഈ ഒരു പേപ്പർ കൊടുത്തു കഴിഞ്ഞാൽ, ഇതിനൊത്ത രീതിയിലുള്ള സ്വർണം, ഇതിന് തുല്യതയുള്ള സ്വർണം നിങ്ങൾക്ക് തരും എന്നുള്ള വാഗ്ദാനത്തോടു കൂടിയാണ് അമേരിക്ക 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഈ രീതിയിലൊരു പ്രോമിസ് കൊടുത്തുകൊണ്ട് ഈ ഡോളറിനെ ലോകമെമ്പാടുമുള്ള ഒരു വിനിമയ കറൻസി ആയിട്ട് പ്രഖ്യാപിക്കുന്നത്. ഈ ഡോളർ ആഗോളതലത്തിൽ തന്നെ ഒരു വാല്യുബിൾ കറൻസി ആയിട്ട് അമേരിക്ക അവരുടെ ബുദ്ധി ഉപയോഗിച്ച് ഈ ഒരു സാഹചര്യം സൃഷ്ടിച്ച് അവരവരുടെ കറൻസിക്ക് ഈ രീതിയിലുള്ള ഡിമാൻഡ് കൊണ്ടുവന്നു. എന്നാൽ വൈകാതെ തന്നെ അവർക്ക് അതിൻ്റെ ഈക്വൽ ആയിട്ടുള്ള, അതായത് അത് കഴിഞ്ഞിട്ടുള്ള കാലഘട്ടങ്ങളിൽ ഡോളർ ആഗോളതലത്തിൽ തന്നെ വലിയ രീതിയിൽ സ്പ്രെഡ് ആവുകയാണ്. എല്ലാ കാര്യങ്ങൾക്കും ഡോളർ ഒരു പ്രധാനപ്പെട്ട കറൻസി ആയിട്ട് കരുതപ്പെടുന്നു. ഫോർ എക്സാമ്പിൾ, ഓയിൽ മേടിക്കണോ, ഡോളറാണ്. നിങ്ങൾ ഒരു രാജ്യത്ത് നിന്ന് മറ്റുള്ള രാജ്യത്തിലേക്ക് ഒരു ട്രേഡ് നടത്തണോ, ഡോളർ വേണം. അതുപോലെ ഒരു രാജ്യത്തിന്റെ ഫോറിൻ റിസർവ് ആയിട്ട് എന്തെങ്കിലും സൂക്ഷിക്കണമെങ്കിൽ അവിടെയും ഡോളർ വേണം. 1940 കഴിഞ്ഞിട്ട് ആഗോളതലത്തിൽ തന്നെ എല്ലാ രാജ്യങ്ങളും സ്വർണത്തിന് ബദലായിട്ട് ഡോളറിനെ പ്രതിഷ്ഠിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായത്. പക്ഷേ ഇതിനെ ഡീസ്റ്റെബിലൈസ് ചെയ്തത് എന്താണ്? ഇതിനെ ഡീസ്റ്റെബിലൈസ് ചെയ്തത് ഒറ്റൊരു തീരുമാനമാണ്.
അമേരിക്കയിൽ നിന്നുണ്ടായ തീരുമാനം ഇനി ഡോളർ കൊടുത്താൽ സ്വർണം കിട്ടില്ല എന്നുള്ളൊരു തീരുമാനം എടുക്കുകയാണ് അമേരിക്ക. ആ സമയത്ത് ഈ ഡോളർ കൈകാര്യം ചെയ്തിരുന്ന എല്ലാ രാജ്യങ്ങളും ഒന്ന് ചിന്തിച്ചു, ഒന്ന് പകച്ചു. എന്നിട്ട് എന്താണ് തീരുമാനിച്ചത്? എന്നാൽ നമുക്ക് കുറച്ച് സ്വർണം കൂടി കരുതാം എന്നാണ് വിചാരിച്ചത്. അപ്പം തന്നെ സ്ലോലി കുറച്ച് സ്വർണം കരുതിയിരുന്നെങ്കിലും അമേരിക്ക ഡോളറിനെ സ്റ്റെബിലൈസ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് പല രീതിയിലും പെട്രോ ഡോളർ പോലത്തെ കരാറുകൾ, അതുപോലെ എണ്ണ വ്യാപാരം മൊത്തത്തിൽ തന്നെ ഡോളറുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് ബന്ധിപ്പിച്ച് വെക്കുക, ഫോറിൻ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഡോളറിനെ പ്രൊമോട്ട് ചെയ്യുക. ഇങ്ങനെ ഡോളറിനെ പ്രൊമോട്ട് ചെയ്ത് അമേരിക്ക ഒരു ചേരി അങ്ങ് രൂപീകരിച്ച് അമേരിക്കൻ ചേരിയിൽപ്പെട്ട രാജ്യങ്ങളെല്ലാം തന്നെ ഡോളറിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആ ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുവന്നു. അതുകൊണ്ട് കുറച്ച് നാളിങ്ങനെ പിടിച്ചു നിന്നു. പക്ഷെ നിലവിലെ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ, നിലവിലെ അമേരിക്ക ഡോളറിനെ ഒരു ടൂളായിട്ട് ഉപയോഗിക്കുകയും പിന്നീട് ഗ്ലോബലി ആഗോളതലത്തിൽ തന്നെ ഏതെങ്കിലും രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് വിരുദ്ധമായിട്ടോ അല്ലെങ്കിൽ അമേരിക്കൻ താല്പര്യങ്ങൾക്കെതിരായിട്ടോ അമേരിക്കൻ നയങ്ങൾക്കെതിരായിട്ടോ ഒക്കെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവരുടെ അസറ്റ് മൊത്തം, അവരുടെ ഡോളർ അസറ്റ്, അവരുടെ ഫോറിൻ അസറ്റ്, ഇതെല്ലാം തന്നെ ഫ്രീസ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ ഇത് ഒരു ഡെഡ് ലോക്ക് ആയിട്ടുള്ള പരിപാടിയാണ് ഡോളർ എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് പല രാജ്യങ്ങളും അത് കഴിഞ്ഞിട്ട് നമ്മളുടെ റിസർവ് എന്ന് പറയുന്നത് സ്വർണത്തിലാക്കാം എന്നുള്ള തീരുമാനമെടുക്കുകയും അത് ഇന്ത്യ, ചൈന ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങൾ, ചൈന, റഷ്യ, തുർക്കി, ബ്രസീൽ, പല രാജ്യങ്ങളും ഗോൾഡിലേക്കുള്ള നിക്ഷേപം, അതായത് ഡോളർ റിസർവ് മാറ്റിക്കൊണ്ട് ഗോൾഡിലേക്ക് നിക്ഷേപം നടത്തിക്കൊണ്ട് ഗോൾഡ് ഫിസിക്കൽ അസറ്റായിട്ട് വാങ്ങി സൂക്ഷിക്കാൻ തുടങ്ങി. അവിടെയാണ് ഡോളറിന് പണി കിട്ടി തുടങ്ങിയത്. അതായത് അമേരിക്ക തന്നെയാണ് ഇതിന് കാരണം. ഈ സ്വർണ്ണ വില ഉയർന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം തന്നെ ഈ അമേരിക്ക തന്നെയാണ്. അമേരിക്ക ഡോളറിന്റെ ആ ട്രസ്റ്റ് നശിപ്പിച്ചു. ആ ട്രസ്റ്റ് നശിച്ചത് കൊണ്ടാണ് മറ്റുള്ള ആഗോളതലത്തിലുള്ള രാജ്യങ്ങൾ, പല രാജ്യങ്ങളിലുമുള്ള റിസർവ് ബാങ്കുകൾ ഈ സ്വർണം വാങ്ങി സൂക്ഷിക്കുന്നത്. അവർക്ക് സ്വർണം എന്ന് പറഞ്ഞാൽ അതൊരു സോളിഡ് അസറ്റാണ്. അതിനകത്ത് വേറെ ഒരു ചോദ്യമില്ല. ഡോളറിന് മൂല്യം ഇറങ്ങുന്നു കുറയുന്നു എന്നുള്ളതിലുപരിയായിട്ട് ഈ സ്വർണം സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത്. അത് സ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ അത് ഇനി താഴോട്ട് പോകില്ല, ഇനി മുകളോട്ട് മാത്രമേ പോകൂ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങൾ, ഇപ്പം നിങ്ങൾ റഷ്യ ഉക്രൈൻ യുദ്ധം നോക്കൂ, അത് തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ ഇസ്രായേൽ ഗാസ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ആഫ്രിക്കൻ റീജിയനിലെല്ലാം യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ അമേരിക്ക അത് വെനിസുലയെ ത്രെട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ രീതിയിൽ കൊളംബിയയെ ത്രെട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ രീതിയിലാണ് സാഹചര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ ആഗോളതലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ യുദ്ധങ്ങൾ നിൽക്കുന്നില്ല എന്നുള്ളതാണ്. ഈ യുദ്ധങ്ങൾ നിൽക്കാത്തിടത്തോളം കാലം സ്വർണ്ണവില കൂടിക്കൊണ്ടേയിരിക്കും. കാരണം രാജ്യങ്ങൾക്ക് തന്നെ, രാജ്യങ്ങളുടെ ബാങ്കിന് ഡോളർ എന്ന് പറഞ്ഞ കറൻസിയെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിട്ട് വന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് സ്വർണ്ണവില ഇങ്ങനെ കുതിച്ചുയരുന്നത്. ഈ സ്വർണ്ണവില കുതിച്ചുയരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഡോളറിലേക്കുള്ള വിശ്വാസം നഷ്ടപ്പെട്ടത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യ മാത്രമല്ല, ഇപ്പം ഇന്ത്യയുടെ റിസർവ് ബാങ്ക് പെർ മന്ത് മിനിമം ഒരു 50 ടൺ വെച്ചൊക്കെ ഗോൾഡ് പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചില മാസങ്ങളിൽ പർച്ചേസ് ചെയ്യാറില്ല, പക്ഷേ മിക്കവാറും മാസങ്ങളിലൊക്കെ ഈ രീതിയിലുള്ള പർച്ചേസുകൾ നടത്താറുണ്ട്. ചൈന വളരെ സീക്രട്ടായിട്ട്, രഹസ്യമായിട്ട് തന്നെ ടൺ കണക്കിൽ ഗോൾഡ് പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റഷ്യ, അമേരിക്ക യുദ്ധം തുടങ്ങിയതിന് ശേഷം റഷ്യയും ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ഗോൾഡാണ്. കാരണം എന്താണ്? ഇവർ തന്നെയാണ് റഷ്യയ്ക്ക് സാങ്ഷൻ കൊണ്ടുവന്നത്. അപ്പോൾ അതുകൊണ്ട് റഷ്യ ഇപ്പം കോമൺ മാർക്കറ്റിൽ പ്ലേ ചെയ്യുന്നില്ല. അവരതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് ആയിട്ട്, മീൻസ് സ്വിഫ്റ്റ് ഉൾപ്പെടെയുള്ള വെസ്റ്റേൺ രാജ്യങ്ങളുടെ പ്ലാറ്റ്ഫോമിലൂടെ ട്രാൻസാക്ഷൻസ് നടത്തുന്നില്ല. അതുകൊണ്ട് റഷ്യ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഗോൾഡ് തന്നെയാണ്. ഇപ്പോൾ തുർക്കി, അവർ എക്കണോമിക്കലി കുറച്ച് വീക്കാണ്, പക്ഷേ എന്നാലും അവരും വിശ്വസിക്കുന്നത് ഗോൾഡിലാണ്. ഇപ്പോൾ നമ്മൾ സെൻട്രൽ ഏഷ്യ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഉസ്ബെക്കിസ്ഥാൻ, കസക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ പോലത്തെ രാജ്യങ്ങളെല്ലാം തന്നെ ഗോൾഡ് തന്നെയാണ് വാങ്ങിച്ച് സൂക്ഷിക്കുന്നത്. അവരെല്ലാം തന്നെ ഡോളറിനെ ഉപേക്ഷിക്കുകയാണ്. ഇനി ഇതിലെല്ലാം ഉപരിയായിട്ട് ബ്രിക്സ് രാജ്യങ്ങൾ വന്നിട്ടുണ്ട്. ഈ ബ്രിക്സ് രാജ്യങ്ങൾ ഡോളറിനെതിരെ ഒരു കറൻസി കൊണ്ടുവരുന്നതിന് പകരം അവരും ഗോൾഡിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ താല്പര്യം കാണിക്കുന്നത്. ഇതുപോലത്തെ പ്രവൃത്തികളാണ് ഈ ഗോൾഡിന് ഇത്രമാത്രം പ്രൈസ് ഉയർന്നു പോകാനുള്ള സാഹചര്യത്തിന് വഴിയൊരുക്കിയത്. അപ്പോൾ ഇപ്പം പ്രത്യേകിച്ചും ഈ ഒരു ഗോൾഡിന്റെ പ്രൈസുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഗോൾഡ് പ്രൈസ് എങ്ങനെ മുന്നോട്ട് പോകാൻ പോകുന്നുള്ളത്. അതിലേക്കുള്ള ഒരു റോഡ് മാപ്പ് വരച്ചു കാട്ടാനാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.